ബീഹാറിൽ ഒരു അധികാരമാറ്റം നടക്കുകയാണ്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അല്പസമയത്തിനകം രാജിവെക്കും. ക്യാബിനറ്റ് യോഗത്തെ അഭിസംബോധന ചെയ്ത ശേഷം നിതീഷ് രാജിക്കത്ത് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസൈന് കൈമാറും. ഇതോടെ ബീഹാറിൽ ആദ്യ BJP മുഖ്യമന്ത്രി കൂടിയാണ് വരാൻ കളമൊരുക്കുന്നത്. പട്നയിൽ നടക്കുന്ന നിയമസഭാ പാർട്ടി യോഗത്തിൽ BJP പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. നിലവിലെ ഉപമുഖ്യമന്ത്രിയായ സാമ്രാട്ട് ചൗധരിയായിരിക്കും അടുത്ത മുഖ്യമന്ത്രിയെന്നാണ് റിപ്പോർട്ട്. വളരെ സുപ്രധാനമായ നീക്കമാണ്. കഴിഞ്ഞ ദിവസം നിതീഷ് കുമാർ രാജ്യസഭാംഗമായി ചുമതല ഏറ്റെടുത്തു, സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അങ്ങനെ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നിതീഷ് കുമാർ മാറുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. BJP ഒപ്പം നിതീഷ് കുമാർ ചേർന്നുള്ള ഒരു സഖ്യ സംവിധാനമായിരുന്നു മുന്നോട്ട് പോയതെങ്കിൽ ഇനി മുഖ്യമന്ത്രിയായി BJP വരുന്നു എന്നതാണ് സാഹചര്യം. കിരൺ ബാബു ചേരുന്നു. കിരൺ, ദേശീയ തലത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു നീക്കമാണ്. സഖ്യകക്ഷിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറുന്നു എന്ന തീരുമാനത്തിനപ്പുറം അത് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന വലിയ മാറ്റമാണ്. ബീഹാറിലെ സംബന്ധിച്ച് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തങ്ങളുടെ ഒരു നേതാവിനെ കൊണ്ടുവരാൻ BJPക്ക് കഴിയുന്നു എന്ന പ്രാധാന്യമുണ്ട്. എന്തൊക്കെയാണ് അവിടെ ബീഹാറിലെ രാഷ്ട്രീയ നീക്കങ്ങൾ? സജിത്ത്, ബീഹാറിൽ നിതീഷ് കുമാറിന്റെ ഒരു യുഗം അവസാനിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബീഹാറിനെ സംബന്ധിച്ച് കഴിഞ്ഞ നൂറ്റാണ്ട് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് നിതീഷ് കുമാർ ആയിരുന്നു. 2000-ലാണ് അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. പക്ഷേ അത് 7 ദിവസം മാത്രമാണ് നീണ്ടു നിന്നത്. അദ്ദേഹത്തിന് ഭൂരിപക്ഷം തെളിയിക്കാനായില്ല. അന്ന് ജാർഖണ്ഡ് വേർപെട്ട് പോകുന്നതിന് മുമ്പുള്ള ബീഹാറിന്റെ ഭാഗമായിരുന്നു മുഖ്യമന്ത്രിയായി 7 ദിവസം ഇരിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം 2005 മുതൽ ബീഹാറിൽ പല മുന്നണിയിൽ BJPക്കൊപ്പം NDA മുന്നണിയിലായാലും മഹാഗഡ്ബന്ധനൊപ്പമായാലും ഏത് മുന്നണിക്കൊപ്പമായാലും അവിടെ ഒരൊറ്റ നേതാവേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ ജേതാവേ ഉണ്ടായിരുന്നുള്ളൂ. അത് നിതീഷ് കുമാർ മാത്രമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നിതിൻ റാം മാഞ്ചി മുഖ്യമന്ത്രിയായിരുന്ന ഒരു 6-7 മാസത്തിനപ്പുറത്തേക്ക് മുഴുവൻ കാലവും അവിടെ മുഖ്യമന്ത്രിയായിരുന്നത്, വിവിധ മുന്നണികളുടെ ഭാഗമായി നിന്ന് മുഖ്യമന്ത്രിയായിരുന്നത് നിതീഷ് കുമാറാണ്. അത്രത്തോളം നിതീഷ് കുമാർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹത്തിന് ഏറെയായിരിക്കുന്നു. അദ്ദേഹത്തിന് പലമാതിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് പൊതു ചടങ്ങുകളിലൊക്കെ അദ്ദേഹം ഇടപെടുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെതായ ചില പ്രശ്നങ്ങൾ പരസ്യമാകാൻ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയാത്ത രീതിയിലേക്ക് എത്തി. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നത്. ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ രാജി അദ്ദേഹം സമർപ്പിക്കും. ഇതിനു മുന്നോടിയായി അദ്ദേഹത്തിന് രാജ്യസഭാംഗത്വം നൽകിയിരുന്നു. രാജ്യസഭാംഗമായി ഏപ്രിൽ 7-ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതാണ്. രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്താൽ അവർ രാജ്യസഭാംഗം മറ്റേതെങ്കിലും കൗൺസിലിൽ അംഗമാണെങ്കിൽ അവർ 14 ദിവസത്തിനുള്ളിൽ ആ കൗൺസിൽ അംഗത്വം ഒഴിയണം എന്നുള്ളതാണ്. അത് MLA-യോ MLC-യോ അതാരെങ്കിലും ആണെങ്കിൽ അവർക്ക് 14 ദിവസത്തിനുള്ളിൽ ഒഴിയണം എന്നതാണ്. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനവും MLC സ്ഥാനവും ആ 14 ദിവസം തികയുന്നതിനുള്ളിൽ തന്നെ ഒഴിയും. ഇന്ന് ഒഴിയും എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇന്ന് അവസാനത്തെ ക്യാബിനറ്റ് യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഗവർണർക്ക് രാജിക്കത്ത് നൽകും. അതിനുശേഷമാണ് BJPയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. ഇതുവരെയും അവിടെ JDUവിൻ്റെ നേതാവായ നിതീഷ് ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ അവിടുത്തെ 1-ാം നമ്പർ പാർട്ടിയായ BJP തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു. മുഖ്യമന്ത്രിയെ അവിടെ BJPയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ ഇന്ന് ആ യോഗത്തിൽ തീരുമാനിക്കും. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൗഹാനാണ് അവിടെ നിരീക്ഷകനായി എത്തിയിട്ടുള്ളത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പല ആളുകളുടെ പേരുകളാണ് പ്രധാനമായും കേൾക്കുന്നത്. സാമ്രാട്ട് ചൗധരി, BJPയുടെ നേതാവ് സാമ്രാട്ട് ചൗധരിയുടെ പേര് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്നാണ് ഏറ്റവും അവസാനമായി ദേശീയ മാധ്യമങ്ങളടക്കം വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷേ അതിനൊപ്പം തന്നെ നേരത്തെ നിത്യാനന്ദ റായിയുടെയും രേണു ദേവിയുടെയും ഒക്കെ പേരുകൾ പരിഗണിക്കപ്പെട്ടിരുന്നു. ഇനി അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ BJPയിൽ നിന്ന് സാമ്രാട്ട് ചൗധരി തന്നെ അവിടെ മുഖ്യമന്ത്രി ആയി ഇന്ന് തീരുമാനിക്കും. ഇന്ന് വൈകുന്നേരം തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകളടക്കം നടത്താനുള്ള തീരുമാനത്തിൽ കൂടിയാണ് അവിടെ BJPയും NDAയും നിൽക്കുന്നത്. ശരി, അതാണ് സാഹചര്യം. എന്തായാലും ബീഹാറിലെ അധികാരമാറ്റം അതാണ് സൂചന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.